ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അറബിക് റൈസ് ആണ്. ഇപ്പം എല്ലായിടത്തും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ മദ്ഹൂത്ത് അല്ലെങ്കിൽ മദ്ഹൂത്ത് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കണമെന്നൊന്ന് നോക്കാം. ഇതിനും കൂടി ആവശ്യമായിട്ടുള്ള മസാലയുടെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് അറബിക് റൈസ് തയ്യാറാക്കാനും യൂസ്ഫുൾ ആയിട്ടുള്ള അറബിക് മസാല അല്ലെങ്കിൽ സൗദി മിക്സ് എന്നൊക്കെ പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കണേ. നമുക്ക് വീട്ടിൽ ഗരം മസാല ഒക്കെ പൊടിച്ച് വെക്കുന്ന പോലെ തന്നെ ഈ അറബിക് മസാലയും ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സ്റ്റോറിൽ പോയിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ മദ്ഹൂത്ത് എന്ന് പറയുന്നത് മന്തിയുടെയും കബ്സയുടെയും ഒന്നും ടേസ്റ്റ് അല്ല, വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റൈസ് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കൻ നല്ലപോലെ വലുതാക്കി കട്ട് ചെയ്യുക. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറബിക് റൈസിൽ ചിക്കൻ ബിരിയാണിയുടെ പോലെ അത്ര തന്നെ ചെറുതാക്കൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മാക്സിമം കുറച്ച് വലുതാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്കിനി വെറുതെ 2 പീസാക്കിയിട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പിന്നെ നമ്മൾ ബസ്മതി അരി അല്ലെങ്കിൽ സെല്ല റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ആവശ്യമുള്ള ബേസിക് ഇൻഗ്രീഡിയൻസ്: ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതിങ്ങനെ ചതച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ 2 മീഡിയം സബോള ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ഞാനിതുപോലെ ഗ്രൈൻഡറിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിക്ക് പകരം ടൊമാറ്റോ പേസ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങണത് യൂസ് ചെയ്താലും മതി. ഇനി വലിയൊരു കുക്കർ എടുക്കുക. പിന്നെ ഞാനിതിൽ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണത്. കാരണം ഒതൻറ്റിക് രീതിയിൽ ചെയ്യുമ്പോൾ ഒലിവ് ഓയിലാണ് കൂടുതലും അറബിക് ഡിഷസിൽ അവർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ. 1/4 കപ്പ് അളവിലാണ് ഞാൻ ഒലിവ് ഓയിൽ എടുത്തിട്ടുള്ളത്. കാരണം ഇനി വേറെ നമ്മൾ ഓയിലൊന്നും അഡീഷണൽ ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് സ്പൈസസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ചെറിയൊരു പീസ് കറുവപ്പട്ട, അതുപോലെ തന്നെ 4-5 ഏലക്കായ്, അതുപോലെ തന്നെ ഒരു 3-4 കറിയാമ്പൂ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഈ സ്പൈസസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മൾ അറബിക് സ്പൈസും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അധികം അതിൻ്റെ അളവ് ഇതിൽ വേണ്ട കേട്ടോ. റൈസിന് ജസ്റ്റ് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ വഴറ്റിയെടുക്കുന്നതിനെക്കാട്ടിയും കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇതിനകത്ത് സബോള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരണ വരെ നമ്മൾ വഴറ്റിയെടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി കുക്കറിൽ തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇത് ഒതൻറ്റിക് രീതിയിൽ അവർ ഒരു കുക്കറിൽ തന്നെയാണ് യൂസ് ചെയ്യണത്. വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചിലവർ ഇതിൽ ഇഞ്ചി ചേർക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയും ഉണ്ടാക്കാം, വെളുത്തുള്ളി മാത്രമായിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെറിയൊരു അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക്, ഇത് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, മുഴുവനോടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് വെന്ത് വരുമ്പം അത്യാവശ്യം നല്ല എരിവൊക്കെ ചോറിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ 3 എരിവുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോറിൻ്റെ ഒപ്പം കിടന്നിട്ട് നല്ല പോലെ വെന്ത് വരികയും ചെയ്യും. ചോറിന് നല്ലൊരു കളറും കിട്ടുകയും ചെയ്യും. നമ്മൾ നാച്ചുറൽ കളറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുമ്പോൾ ചെറിയൊരു റെഡിഷ് കളർ ഇതിന് ഉണ്ടാവും കേട്ടോ. ഇടുന്നത് മാഗി ക്യൂബ്സ് ആണ്. അപ്പോൾ ഈ മാഗി ക്യൂബ് നമ്മൾ എടുക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കിലോ ചിക്കന് ഒരു പാക്ക്, ആ ഒരു കണക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 കിലോ ആയത് കാരണം കൊണ്ട് 2 പാക്ക് മാഗി ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിടാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ക്യാരറ്റും സബോളയും എല്ലാം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പം കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക, അതല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്നും ചേഞ്ച് ആവണ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്ലെയിം കൂട്ടി വെക്കുകയാണ്.
പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മളുടെ സവോളയും ക്യാരറ്റും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് കിട്ടുന്ന വിധേന നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കളർ ചേഞ്ച് ആയി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഒന്ന് റൈസ് ഒന്ന് കഴുകിയെടുത്ത് വെച്ചതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പം ഇതുപോലെ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞ ഒരു ടെക്സ്ചറിലിരിക്കും. ഈ ഒരു സമയത്ത് നമ്മളുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, അതായത് മീഡിയത്തിലേക്ക് ഇട്ടിട്ട് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം അതിൻ്റെ ബാക്കിയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, അരി വേവാൻ ആവശ്യമായിട്ടുള്ളത്. തക്കാളി നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ അറബിക് മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2.5 ടേബിൾ സ്പൂൺ തൊട്ടിട്ട് 3 വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കണത്. അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തക്കാളി അരച്ച ആ ഒരു പേസ്റ്റ് ആ ഒരു ഗ്ലാസ്സിൽ, ഞാൻ അരിയെടുത്ത അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസിൻ്റെ അളവിനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എക്സ്ട്രാ പിന്നെ ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. കാരണം മൊത്തം 2 ഗ്ലാസ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കണക്കാക്കിയിട്ട് കുറച്ചിട്ടാണ് വെള്ളം വെക്കേണ്ടത്. അതല്ലെങ്കിൽ ആകെ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ അതായത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുക കുക്കറിൽ വെക്കുമ്പോൾ. അപ്പോൾ ഈ തക്കാളിയുടെ അളവും അതുപോലെ തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അളവും നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക, അതുപോലെ ഉപ്പും ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയം വരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് മാത്രം, പോരാത്തതിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ടൊമാറ്റോ പ്യൂരിക്ക് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കളറായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ റൈസ്. അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. നമുക്ക് ചെറിയ രീതിയിലൊന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. 1 മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് ഒരു വെന്ത് കുഴയാണ്ടിരിക്കാനുള്ള, നമ്മൾ ബിരിയാണിക്ക്, നമ്മൾ തലശ്ശേരി ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് കുക്കറിൻ്റെ വിസിലിട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നിങ്ങളൊന്ന് കുറച്ച് വെക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചിക്കനും ചോറും ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ആദ്യം ചിക്കൻ വേവിച്ച് പിന്നെ റൈസ് വേവിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ഇത് ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഒറ്റ വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ചിക്കനും അതുപോലെ തന്നെ റൈസും കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ചോറ് വല്ലാണ്ട് കുഴഞ്ഞിട്ടുമില്ല, എന്നാൽ നല്ല പോലെ വെന്തിട്ടുമുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ മന്തിയുടെ പോലെ അല്ലെങ്കിൽ മജ്ബൂസിൻ്റെ പോലെ അങ്ങനെ വേറിട്ട് കിടക്കുന്ന ഒരു റൈസ് അല്ല കേട്ടോ. ഇത് നല്ലോണം കുഴഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുക. അതുപോലെ തന്നെ കണ്ട ചിക്കൻ ഇതുപോലെ തൊട്ടാൽ തന്നെ നമുക്ക് കിട്ടുന്ന പരുവത്തിൽ വെന്തിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ കുക്കർ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാൻ മാറ്റി വെക്കുക. കാരണം അല്ലെങ്കിൽ ചൂടോടുകൂടി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒട്ടിപ്പായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മധൂത്ത് റൈസ് എന്ന് പറയുന്നത്. ഇത് മജ്ബൂസിൻ്റെ ടേസ്റ്റ് അല്ല, മന്തിയുടെയും ടേസ്റ്റ് അല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ലുക്കിൽ മജ്ബൂസിൻ്റെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ബിരിയാണി വെക്കണ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിക്കനും ചോറും ഒരുമിച്ചിട്ട് വേവിക്കണ കാരണം കൊണ്ട് വളരെ കുറവ് സമയം മതി. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ ഇതിന് സൈഡായിട്ട് നമ്മൾ മന്തിക്ക് സെർവ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇതിനും സെർവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ റോസ്റ്റഡ് ആൽമണ്ട്സും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.